ഞാനിത് പറയാൻ പോകുന്ന സ്കാമേഴ്സിനെ പറ്റിയിട്ടാണ്. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുങ്ങണം, ഞാൻ ഉൾപ്പെടെ ഉള്ള നമ്മുടെ ഈ വീട്ടിലുള്ള എല്ലാവരും സ്കാമറല്ലേ. മീൻസ് സ്കാമർ എന്ന് വേണം അല്ല, എങ്ങനെയായാലും ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനെയോ അമ്മേനെയോ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിയോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനെയോ ആരെങ്കിലും അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ബോസിനെയോ ആരെങ്കിലുമൊക്കെ പറ്റിച്ച് കാണത്തില്ലേ. അതേപോലെയല്ലേ നമ്മുടെ വേൾഡ്. അപ്പം എല്ലാവരും എപ്പോഴും പറ്റിക്കണമെന്നല്ല, മീൻസ് ലൈഫിൻ്റെ ഏതെങ്കിലും ഒരു ഫേസിലെത്തുമ്പോൾ പറ്റിക്കുന്നില്ലേ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം ഒരാളെ പറ്റിച്ചു, അയാളെന്നാണ് വേറൊരാളെ പറ്റിക്കുന്നത്. ഇതൊരു ലൂപ്പ് പോലെ, അതായത് ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുക. സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മുയൽ ഒരു ക്യാറ്റ് കഴിക്കുന്നു, ആ മുയലിനെ കുറുക്കൻ പിടിക്കുന്നു, കുറുക്കനെ പുലി പിടിക്കുന്നു, പുലിയെ സിംഹം പിടിക്കുന്നു, ഈ മൃഗങ്ങളെ മനുഷ്യൻ പിടിക്കുന്നു. അതേപോലെയല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, മനുഷ്യനെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. മീൻസ് ഒരു സർക്കിൾ പോലെ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരനെ മോഹിത്തിനെ പറ്റിച്ചു, മോഹിത്ത് അജയെ പറ്റിക്കുന്നു, അജയ് സേതുവിനെ പറ്റിക്കുന്നു. ഈ ഒരു റൊട്ടേഷൻ മീൻസ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അന്മ സുഹൃത്തുക്കളായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെയല്ലേ എങ്ങനെ നോക്കിയാലും ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ആരെങ്കിലുമൊക്കെ പറ്റിച്ച് കാണുമല്ലോ. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്ത് നോക്ക്, നമ്മളെ എപ്പോഴൊക്കെയാണ് പറ്റിച്ചിട്ടുള്ളതെന്ന്. അത്രേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് വെളിയിൽ എല്ലാവരും ഒരു സ്കാമർ പോലെ തന്നെയാണ്. ഒരു നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റൊരാളെ പറ്റിക്കുന്ന ഒരു സ്കാമർ. ദാറ്റ്സ് ഇറ്റ്. അത് പറയാനാണ് ഞാൻ വന്നത്. ഓക്കെ, ബൈ, ചാവ്.